Good afternoon, viewers. ഇന്ന് മാർക്കറ്റ് ഒരു കറക്ഷനിലാണ് കണ്ടത് ഞാൻ രാവിലെ തന്നെ. എസ്പെഷ്യലി IT സ്റ്റോക്സ്, റിയാലിറ്റി സ്റ്റോക്സ് ഒക്കെ ഇന്ന് കറക്റ്റായിട്ട് കണ്ടു. ബാങ്കിങ് സ്റ്റോക്സ് കുറച്ച് ദിവസം നന്നായി ചെയ്തിരുന്നു, പക്ഷേ ഇന്ന് ചെറിയൊരു കറക്ഷൻ വന്നിട്ടുണ്ട് ബാങ്കിങ് സ്റ്റോക്സ്. സോ ഞാനിപ്പം കാണുന്ന ചില നല്ല സ്റ്റോക്ക് എന്ന് വെച്ചാൽ ഈ ഇന്ന് നന്നായിട്ട് മൂവ് ചെയ്ത സ്റ്റോക്കുകളെ കുറിച്ച് പറയാൻ വെച്ചാൽ വോഡഫോണാണ്. വോഡഫോൺ ഇന്നിപ്പം ഇന്ത്യ ഗവൺമെൻറ് അതിൽ സ്റ്റേക്ക് ഇൻക്രീസ് ചെയ്യുമെന്ന് കേട്ടു വോഡഫോണിൻ്റെ. പിന്നെ അതുപോലെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് അതും നന്നായിട്ട് മൂവ് ചെയ്തു. അതെന്തൊരു ഹെലികോപ്റ്റർ ഡീല് സൈൻ ചെയ്തിട്ടുണ്ടെന്ന് കേട്ടു. ഓൾമോസ്റ്റ് സ്റ്റോക്ക് വളരെ ഹൈയിലാണുള്ളത്. Indus Towers has done well, and other stocks എനിക്ക് പറയാനുള്ള ട്രെൻഡ് ഇതൊക്കെ സ്റ്റോക്സ് നന്നായി ചെയ്തു. പക്ഷേ വേറെ സ്റ്റോക്ക് ഞാൻ കാണുന്നത് നാറ്റ്കോ ഫാർമയാണ്. നാറ്റ്കോ ഫാർമ ഇസ് ഓൾസോ ഒരു ലോങ് ടേം വ്യൂവിൽ ഇതിപ്പോൾ ഇന്ന് വാങ്ങിച്ച് നാളെ വെക്കുന്നതെല്ലാം പറഞ്ഞത്. സി ഇഫ് യു ഹാവ് എ 1 year വ്യൂ, നാറ്റ്കോ ഫാർമ നല്ലൊരു പ്രൈസിലാണ് ഇപ്പോൾ ഞാൻ കാണുന്നത്. പിന്നെ അതുപോലെ ഡോക്ടർ റെഡ്ഡിയും കുറച്ച് കറക്റ്റ് ചെയ്ത് കിട്ടിയ ഡോക്ടർ റെഡ്ഡി ഈസ് ഓൾസോ എ ഗുഡ് സ്റ്റോക്ക് ടു ഹോൾഡ്. HPL എഞ്ചിനീയറിംഗ് ഞാൻ എപ്പോഴും പറയുന്ന സ്റ്റോക്കാണത്. ബാറ്ററി, ലിഥിയം അയൺ ബാറ്ററീൻ്റെ വലിയൊരു ഇതാണ്, മാനുഫാക്ചേഴ്സാണ് HPL ടെക്നോളജി. അതും നല്ലൊരു സ്റ്റോക്കായിട്ട് എനിക്ക് തോന്നുന്നു HPL. ഇപ്പോൾ ഞാൻ കാണുന്ന സ്റ്റോക്ക് എന്ന് വെച്ചാൽ ഇത് ഇൻട്രാഡേ, ജസ്റ്റ് ഫോർ ഇൻട്രാഡേ പേർപ്പസ്, HDFC ബാങ്ക്. HDFC ബാങ്ക് 1780 സപ്പോർട്ട് ലെവൽ കാണുന്നുണ്ട്. 1780 ബ്രേക്ക് ചെയ്യുമെന്ന് തോന്നുന്നില്ല. സോ ഇത് കഴിഞ്ഞ ഒരാഴ്ച 1900 മുകളിൽ ചെയ്ത സ്റ്റോക്കാണ് HDFC ബാങ്ക്. അതുപോലെ ഈ ICICI വലിയൊരു കറക്ഷൻ ചെയ്തിട്ടില്ല. ഇന്നത്തെ വേറെ സ്റ്റോക്ക് ഞാൻ കാണുന്ന ഇൻഫോസിസ് കുറച്ച് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. TCS ഒക്കെ IT സ്റ്റോക്സ്. പക്ഷേ IT സ്റ്റോക്സിൻ്റെ ഒരു പ്രശ്നം ഇതാണ്. കാരണം എന്ന് വെച്ചാൽ ടാരിഫിൻ്റെ ഒരു ഫിയറിലാണ് ഇപ്പം IT സ്റ്റോക്സ് ഇങ്ങനെ ഈ കറക്റ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഗോൾഡ് ഓൾ ടൈം ഹൈയിലുള്ളത്. ഗോൾഡ് ഇനിയും മൂവ് ചെയ്യുമെന്ന് വെച്ചാൽ ഗോൾഡ് ഇനിയും മൂവ് ചെയ്യുന്നതാണ് ഞാൻ എനിക്ക് തോന്നുന്നത്. കാരണം ഗോൾഡ് പ്രൈസ് മൂവ് ചെയ്യാനുള്ള കാരണം വെച്ചാൽ ഈ ടാരിഫിൽ മിക്ക കൺട്രിയുടെയും കറൻസിയിൽ വളരെ ഫ്ലക്ച്വേഷൻ വരും. കറൻസിൻ്റെ വാല്യൂഷനിൽ വളരെ മാറ്റം വരും. എസ്പെഷ്യലി ഇപ്പോൾ ഏഷ്യൻ കറൻസിയൊക്കെ വളരെ ഡൗൺ ആകും. അപ്പോൾ ഗോൾഡിൻ്റെ പ്രൈസ് എന്തായാലും മൂവ് ചെയ്യാനാണ് സാധ്യത. പിന്നെ ഇത് പറയാമെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഗ്യാസ് പ്രൈസസ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കൂട്ടാൻ പോകുന്നു. ഗ്യാസ് പ്രൈസസ് കൂടുന്നതുകൊണ്ട് തന്നെ ഈ ഗെയിൽ, ONGC ഇതുപോലത്തുള്ള സ്റ്റോക്സ് വാച്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇനി വരാൻ പോകുന്ന കൊല്ലങ്ങളിൽ നമ്മുടെ വേൾഡ് വിൽ ബി എ ഡിഫറെൻറ്റ് വേൾഡ്. ഇതുപോലത്തെ കഴിഞ്ഞ ഒരു 10, 15, 20 കൊല്ലം കണ്ട ലോകമായിരിക്കില്ല ഇനി വരാൻ പോകുന്ന ലോകം. It will be a total different world. So please, when you are buying stock, please consult with your financial advisor. This is not